സുഹൃത്തുക്കളെ, ഓൾറെഡി ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മളെ ഫുഡ് മിക്സ് ചെയ്യുന്ന സാധനം ചിലർക്ക് കൺഫ്യൂഷൻ ഉണ്ട്, എത്രയൊക്കെയാണ് അളവെന്ന് ചോദിച്ചിട്ട്. അതിപ്പോൾ ഇന്ന് ഞാനൊരു 400 കിലോനാണ് എൻ്റെ പ്രാവിനെ ഞാനിവിടെ കൂട്ടി വെക്കാൻ പോകുന്നത്. 400 കിലോ എനിക്കൊരു 40 to 50 ദിവസത്തിന് വരെ 400 കിലോ ഗോതമ്പല്ലാതെ മിക്സിങ് മാത്രം ഉണ്ടാവും. അപ്പോൾ ഈ സാധനം എന്തൊക്കെയാണെന്ന് ഞാൻ ഒന്നുകൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് റാഗിയാണ്. ഇതിപ്പോൾ 400 കിലോന് 20 കിലോനാണ് ഈ സാധനം. ഇത് മണിക്കടലയാണ്. ഇതും അതേപോലെ തന്നെയാണ് 20 കിലോനാണ്. ഇത് വന്നിട്ട് കമ്പ കട്ടിങ് എന്ന് പറയും, നമ്മൾ മക്കാച്ചോളം ഉണ്ടാക്കുന്ന ആ സാധനമാണ്. ഇത് അതേപോലെ തന്നെയാണ്. ഇതിന് പേരെന്താ? ഇത് മമ്പയർ മൺപയറെന്ന് പറയും, മമ്പയറെന്ന് പറയും. നമ്മുടെ നാട്ടിൽ മമ്പയറെന്നാ പറയാ. ഇതും അതുപോലെ തന്നെയാണ്. പിന്നെ ഇത് ഗ്രീൻ പീസ് കുറച്ച് ഞാൻ കൂടുതൽ ചേർക്കും. ഇത് ഗ്രീൻ പീസ് 30 കിലോനാണിത്. ഇത് കമ്പ് വന്നിട്ട് 50 കിലോനാണ് ചേർക്കുന്നത്. നമ്മളിപ്പോൾ ചൂട് കാലമായതുകൊണ്ട് കമ്പ് കുറച്ച് കൂടുതൽ കൊടുക്കുന്നത് നല്ലതാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള കമ്പാണ്. ഇതന്നെ ചെറുതും വരും. ഇത് അത്യാവശ്യം വലിപ്പമുള്ള സാധനമാണ്. ഇത് നമ്മൾ ബേഡ്സിനൊക്കെ കൊടുക്കുന്ന തേന. ഇതും അതേപോലെ തന്നെ 20 കിലോനാണിത്. ഇത് സഫോള. ഇത് ഓയിൽ കണ്ടന്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ സഫോള നമ്മൾ പ്രാവിന് ചേർക്കുന്നത്. ബേഡ്സിനൊക്കെ കൊടുക്കാറുണ്ട്. ഇത് സഫോളയാണ്. ഇത് ചോളാണ്. അതായത് ഇരുമ്പ് ചോളം എന്ന് പറയും, ചുവപ്പ് ചോളം എന്ന് പറയും, ഇരുമ്പ് ചോളം. ഇത് ചോളാണ്. ഇത് നമുക്ക് 20 കിലോ 100 കിലോന് 5 കിലോ നമുക്ക് ചേർത്തിയാൽ മതിയാവും. ഇത് തന്നെ വൈറ്റ്. ഈ സാധനം വൈറ്റാണ്. ഇത് സെയിം ആണ്, പക്ഷേ ഇതിന് കളറിന് വ്യത്യാസമുണ്ട്, ഇതിൻ്റെ ക്വാളിറ്റിക്ക് വ്യത്യാസമുണ്ട്. ഇതിനും നല്ല ഡിഫറൻസ് ഉണ്ട്. അത്യാവശ്യം കാൽസ്യം കണ്ടന്റ് കൂടുതലുള്ള സാധനമാണ് ഇത്. ഇത് അരിയാണ്, മട്ടരിയാണിത്. സാധാരണ നമ്മൾ വീട്ടിൽ ചോറുണ്ടാക്കുന്ന ചാക്കരി ഉപയോഗിക്കരുത്. ഇത് മട്ടരിയാണ്. ഇതിനൊക്കെ ഒരു ലിമിറ്റ് ഉണ്ട്. ഇതും ഞാൻ 100 കിലോന് 5 കിലോന് ചേർക്കുന്നത്. ഈ പ്രാവശ്യം ഞാൻ 15 കിലോന് ഇതിൽ ചേർത്തിട്ടുള്ളൂ. ഇത് പച്ചരിയാണ്. പച്ചരി അതായത് വീട്ടിൽ നമ്മൾ കടികൾ ഉണ്ടാക്കുന്ന, പുട്ട് അപ്പം ഉണ്ടാക്കുന്ന പച്ചരിയാണ്. ഇത് ചെറുപയർ, നമ്മൾ വീട്ടിൽ കറികൾ ഉണ്ടാക്കുന്ന ചെറുപയറാണ്. ഇത് നമുക്ക് മുളപ്പിച്ച് പ്രാവിനും കൊടുക്കുകയും ചെയ്യാം, നല്ലതാണ്. ബേഡ്സിനൊക്കെ കൊടുക്കാറുണ്ട്. ഇത് സൺഫ്ലവർ സീഡാണ്. ഇത് കൂടുതൽ ആൾക്കാർ കൊടുക്കാറില്ല. അപ്പോൾ ഇത് കൊടുക്കുന്ന ഇതിന് നല്ലൊരു ഓയിൽ കണ്ടൻറ്റ് നമുക്ക് ഇതിൽ കിട്ടും. ഇതും അതേപോലെ തന്നെ 5 കിലോനാണ്. 100-ന് 5 കിലോന്. ഇപ്പോൾ ഇത് 20 കിലോ സാധനമാണ്. അപ്പോൾ ഇത്രയും സാധനമാണ് ഇതിലൊരു 14 ഐറ്റംസ് ഇതിൽ കിടക്കുന്നുണ്ട്. മൊത്തം ടോട്ടൽ ഇതിൽ 14 ഐറ്റംസ് ഇതിലുണ്ട്. ഇത് മൊത്തം ഇപ്പോൾ ഇത് 400 കിലോനാണ് ഇവിടെ കിടക്കുന്ന സാധനം. ഇത് കഴുകി ഉണക്കി വെച്ചതിന് ശേഷം നമുക്കൊന്ന് വെയിലത്തിട്ട് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് വേപ്പിൻ്റെ ഇലയാണ്. ഇതുപോലത്തെ വേപ്പിൻ്റെ ഇലയാണിത്. ഇത് ഞാൻ കട്ട് ചെയ്ത് ഇവിടെ ഇട്ട് വെച്ചിരിക്കുകയാണ്. ഇത് എങ്ങനെ കട്ട് ചെയ്താലും കുഴപ്പമില്ല, കട്ട് ചെയ്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമുക്കെന്താ ഈ സാധനം കേട് വരാതിരിക്കണം, അതേപോലെ ചെറിയ അണുക്കൾ ഇതിൽ കയറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ചേർക്കുന്നത്, സ്റ്റോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് മഞ്ഞൾപ്പൊടി. ഇത് വെളുത്തുള്ളി തൊലിച്ച് അരിഞ്ഞ് വെച്ച സാധനമാണിത്. 100 കിലോന് നമുക്ക് 1/2 കിലോ വരെ ചേർക്കാം. ഇനി കുറച്ച് ഏറെ ചേർത്താലും യാതൊരു പ്രശ്നമില്ല. കാരണം ഞാനിതിൽ ചേർത്ത് വെച്ചിട്ട് ഈ സാധനം 3 മാസം 4 മാസം ഒരു കേടും വരാതെ നമുക്ക് ഇത് സൂക്ഷിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ 3 നമുക്ക് എക്സ്ട്രാ ആയിട്ട് ഇതിൽ ചേർത്ത് വെക്കുന്നത്. ഇതെല്ലാം പാടെ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് എന്നിട്ട് നമുക്ക് വീണ്ടും ഇതൊന്നും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് നല്ല എയർ ടൈറ്ററിലിട്ട് അടച്ചു വെക്കുകയാണെങ്കിൽ യാതൊരു പ്രശ്നം ഉണ്ടാവില്ല. ഫുഡ് നമുക്ക് ഒരു കേടും ഇടാതെ നമുക്ക് സൂക്ഷിക്കാം. 3 മാസം. ഓക്കെ, ഇനി വേറെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇടുക. ഓക്കെ, ബൈ, താങ്ക് യു. ഫുള്ളായിട്ട് ഞാൻ സൂക്ഷിക്കുന്നത് 3 മാസത്തിനാണ്. ഈ 3 മാസം വെച്ചിട്ട് യാതൊരു കംപ്ലൈൻറ്റും നമ്മൾ ഫുഡിൽ ഒന്നും ഇതുവരെ ഒരു പൂപ്പലോ അതേപോലെ ഒരു അണുക്കളോ വരുന്നത് ഞാനിതുവരെ കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് ഈ മറ്റേ വേപ്പിൻ്റെ ഇല, അതേപോലെ വെളുത്തുള്ളി, മഞ്ഞൾപ്പൊടി ഇതെല്ലാം നമുക്ക് മിക്സ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഫുഡ് ഒരു കേടുപാടാതെ സൂക്ഷിച്ച് നമുക്ക് എയർ ടൈറ്റർ എന്തായാലും എങ്ങനെ പോയാലും കാറ്റ് പോകുന്ന രീതിയിലല്ല, എയർ ടൈറ്ററിലിട്ടിട്ട് നമുക്ക് നല്ല രീതിയിൽ അടച്ചു വെക്കുകയാണെങ്കിൽ നമുക്ക് 3 മാസം 4 മാസം വരെ
നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. എനിക്കിത് ഒരു 50-60 ദിവസം വരെ ഒരു 90 ദിവസം വരെ ഇത് ഉണ്ടാവും. ഇതല്ലാതെ ഡബിൾ, ഇപ്പോൾ ഇത് 400 കിലോ ആണെങ്കിൽ ഡബിൾ 400 കിലോ നമുക്ക് ഗോതമ്പ് വേണം. അപ്പോൾ ഗോതമ്പ് ഞാൻ ഒരിക്കലും ഈ ഫുഡിൽ മിക്സ് ചെയ്ത് വെക്കല്ല. അത് എങ്ങനെ പോയാലും അതിൽ അണുക്കൾ എന്തായാലും കുറുചാട്ടം അതിൽ കയറും. അപ്പോൾ ഞാൻ വേറെ ടൈറ്ററിലാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. സാധാരണ ഞാൻ സൂക്ഷിച്ച് വെക്കാറുള്ളത്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. ഇത് രണ്ടാമത്തെ വീഡിയോ ആണ് ഈ ഫുഡിൻ്റെ വെച്ചിട്ട്. അതിനൊരു വീഡിയോ വെച്ചിട്ട് കുറേ ആൾക്കാർക്ക് ഇത് എങ്ങനെയൊക്കെയാണ് ഈ ഫുഡിൻ്റെ കൂട്ടർ എങ്ങനെയാണെന്ന് മനസ്സിലാവുന്നില്ല. ഇനി ഇതല്ലാതെ ഇനി ഒരുപാട് ഐറ്റംസ് വേണമെങ്കിൽ നമുക്ക് നമുക്ക് ആഡ് ചെയ്യാം. അത് അവരവരെ സാമ്പത്തികം അനുസരിച്ചിട്ട് ഉണ്ടാവും. എനിക്ക് ഇത് കൊടുത്തിട്ട് നല്ല റിസൾട്ടാണ്. രാവിലെ യാതൊരു പ്രശ്നവുമില്ല. ഒരുവിധം എല്ലാ ബോൾസും നന്നായിട്ട് തിന്നുന്നുണ്ട്. പിന്നെ പുതിയ ഒരു ഫുഡ് നമ്മൾ ആഡ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് ആദ്യം കുറച്ചായിട്ട് നമുക്ക് ആഡ് ചെയ്ത് കൊണ്ടുവരണം. കാരണം പെട്ടെന്ന് അവർക്ക് ഒരു പുതിയൊരു ഫുഡ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ കാഷ്ടങ്ങളൊക്കെ ചിലപ്പം വ്യത്യാസം വരും. അപ്പോൾ ചിലപ്പോൾ അവർ ദഹിക്കാതെ അങ്ങനെ പല പ്രശ്നങ്ങൾ വരും. അപ്പോൾ കുറച്ചായിട്ട് നമ്മൾ ആ ബോഡിക്ക് ഏൽക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രാവിന് ഫുഡ് പുതിയതായിട്ട് ചേരുകയാണെങ്കിൽ ലേശം ചേർത്തി പിന്നെ നമുക്ക് ഫുള്ളായിട്ട് മിക്സ് ചെയ്ത് കൊണ്ടുവരാം. ഓക്കെ, ബൈ.